രാഷ്ട്രീയ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധി കുറച്ചു ദിവസം മുൻപ് നടത്തിയത്. അതിൽ കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, തെളിവുകൾ നിരത്തി രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, കേന്ദ്ര സർക്കാരിനോട്, നമ്മൾ ഓരോരുത്തരോടും, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളോട്, മനുഷ്യരോട് രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ആ തെളിവുകളൊക്കെ ശേഖരിച്ചത് എന്ന് നമുക്ക് ആ വാർത്താ സമ്മേളനം കണ്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു പോകാം. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കർണാടകയിലും മഹാരാഷ്ട്രയും, ഇത് രണ്ടുമാണ് ഒരു കേസ് സ്റ്റഡിയായി രാഹുൽ ഗാന്ധി എടുത്തിരുന്നത്. ഈ രണ്ട് ഇടത്തെയും ആ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് രേഖകൾ ഡിജിറ്റൽ പതിപ്പുകൾ നൽകിയില്ല. അതിന് പകരം ഹാർഡ് കോപ്പിയായി പേപ്പറിലാണ് നൽകിയത്. നമുക്ക് നോക്കൂ, ആ വാർത്താ സമ്മേളനത്തിൽ ആ മേശയ്ക്ക് മുകളിൽ അട്ടിക്കിരിക്കുന്ന പേപ്പറുകൾ, രേഖകൾ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമായിരുന്നു. ഓരോന്നും ഈ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് ഓരോ തെളിവുകളും ഓരോ രേഖകളും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചിരുന്നത്. അപ്പോൾ രാഹുൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഡിജിറ്റൽ പതിപ്പുകൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് രാഹുൽ ഗാന്ധിക്ക് നൽകാതിരുന്നത് എന്നുള്ള കാര്യമാണ്. വീഡിയോ ദൃശ്യങ്ങൾ സ്വാഭാവികമായും മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. 5 മണി കഴിഞ്ഞപ്പോൾ പോളിംഗ് വളരെ പെട്ടെന്ന് ഉയർന്നു. അതിലും ചില സംശയങ്ങൾ രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്നുണ്ട്. 45 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു, രേഖകൾ ഇല്ല. അപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ടാണ് കൈമാറാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. ഈ വോട്ടർ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയത് എന്തിനാണ് എന്നുള്ളത്, കാരണം തെളിവുകൾ സഹിതം പറയുമ്പോൾ ഇല്ലാത്ത ആളുകൾ, ഇല്ലാത്ത വിലാസങ്ങൾ, അതൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു മഹാദേവ എന്നുള്ള കോൺസ്റ്റിറ്റ്യുവൻസി മുന്നിൽ വെച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ വോട്ടർ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, അതെങ്ങനെ നടന്നു, ആര് നടത്തി എന്നുള്ള ചോദ്യം കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സ്വാഭാവികമായും ചോദ്യമുനയിൽ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇത്രയും വലിയൊരു ആരോപണം തെളിവുകൾ സഹിതം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരാത്തത്? അതിന് പകരം എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. BJPയുടെ ഏജന്റ് ആയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന് കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും സത്യവാങ്മൂലം അടക്കമുള്ള രേഖകൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട്. സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് പരാതി നൽകണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആവശ്യം. പക്ഷേ രാഹുൽ ഗാന്ധി ഈ നിമിഷം വരെ അതിന് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ സ്വമേധയാ ഒരു കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന വിഷയം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, ഇതിൽ ഏറ്റവും ആശ്ചര്യം എനിക്ക് വ്യക്തിപരമായി തോന്നിയത്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആരെ സംബന്ധിച്ചും ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി നടത്തിയത്. എന്തുകൊണ്ടായിരിക്കും വലിയൊരു കോളിളക്കം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ രീതിയിൽ ഒരു ലാഘവത്തോടു കൂടിയാണോ ഇപ്പോൾ ഇതിനെ കാണുന്നത്? ഈ വിഷയം ജനങ്ങൾ ഏത് രീതിയിൽ ഏറ്റെടുത്തു എന്ന് അനൂപിന് തോന്നുന്നുണ്ട്? ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ആ ചർച്ചയുള്ളത്. എന്നാൽ അവിടുന്ന് മുകളിലേക്ക് നമ്മൾ ഹിന്ദി ഹൃദയഭൂമി എന്നൊക്കെ പറയുന്ന പ്രദേശത്തേക്ക്, മധ്യപ്രദേശോ അതല്ലെങ്കിൽ ഉത്തർപ്രദേശോ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ കാര്യമായി ചർച്ചയായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ, വാർത്താ ചാനലുകൾ അത് തത്സമയം കാണിച്ചു. തമിഴ്നാട്ടിലെ വാർത്താ ചാനലുകൾ മിക്കതും തത്സമയം കാണിച്ചു. കർണാടകയിലും അങ്ങനെ ഉണ്ടായി. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പക്ഷേ ഇപ്പോൾ യൂട്യൂബർമാർ, സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റാളുകളൊക്കെ ഇത് ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ ജനങ്ങളിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു മഹാദേവപുരയിലെ ഒരു ഒറ്റമുറി വീട്ടിൽ അവിടെ 83 വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് BJPക്കാർ, അത് തെറ്റാണ്, അത് വ്യാജ വോട്ടാണ് എന്നത്. അതിനുശേഷം കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടെ പോയി അത് പരിശോധിച്ചു. രാഹുൽ ഗാന്ധിയുടെ ആരോപണം ശരിയാണ് എന്ന് തെളിഞ്ഞു. ആരോപണമല്ല, രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവ് ശരിയാണ് എന്ന് തെളിഞ്ഞു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനത്തോടെ ഇരിക്കുകയാണ്. നാളെ രാവിലെ 11:30 ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ MPമാരും പാർലമെന്റിൽ നിന്ന് നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ശരി, അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അനൂപ്,